സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു അല്ലെ. എന്ത് സിമ്പിളായിട്ട് പ്രസന്റിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പാസ്റ്റിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഫ്യൂച്ചറില് ചെയ്യുന്ന കാര്യം പറഞ്ഞു. സിമ്പിളായിട്ട് പ്രസന്റിലുള്ളതാണ് സിമ്പിൾ പ്രസന്റ്, സിമ്പിളായിട്ട് പാസ്റ്റിലുള്ളത് സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിളായിട്ട് ഫ്യൂച്ചറിലുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ. അതെല്ലാം പഠിച്ചില്ലേ? ഓക്കെ. എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? എന്താ പറഞ്ഞേ? ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലേ? നിലവിലെ ഇംഗ്ലീഷ് ഇതാണ് പ്രസന്റില്. സിമ്പിൾ ആയിട്ട് പ്രസന്റില് പറയണമെങ്കിൽ ഐ പറഞ്ഞു ഐ ടീച്ച് ഇംഗ്ലീഷ്. വി ആണെങ്കിൽ വി ടീച്ച് ഇംഗ്ലീഷ്. യു ആണെങ്കിൽ യു ടീച്ച് ഇംഗ്ലീഷ്. പക്ഷേ സിമ്പിൾ ആയിട്ട് ഹി പഠിപ്പിക്കുകയാണെങ്കിലോ ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ് അല്ലേ? മനസ്സിലായില്ലേ? അത് പാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്താവും? ടീച്ച് എന്നുള്ളത് ഇംഗ്ലീഷ് അല്ലേ? ഫ്യൂച്ചർ ആകുമ്പോ ഒരു വില്ലിട്ട് കൊടുത്താ പോരെ? ഹി വിൽ ടീച്ച് ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഇത് സിമ്പിൾ ആയിട്ട് പ്രസന്റിലുള്ളതാണ്. ആ സിമ്പിൾ ആയിട്ട് പാസ്റ്റിലാകുമ്പോഴത്തേക്ക് സ്റ്റഡി എന്നുള്ളത് ഡിഡ് ആകുമ്പോഴത്തേക്ക് എന്താവും? ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് അല്ലേ? ഫ്യൂച്ചർ ആകുമ്പോഴേ ഞാന് ഇംഗ്ലീഷ് പഠിക്കും. ഒരു വില്ലിട്ടാ പോരെ? ഫ്യൂച്ചർ സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു വില്ലിട്ടാ പോരെ? ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഇത് മലയാളത്തിൽ എന്താ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്നൊക്കെ. സിമ്പിളായിട്ടൊരു പ്രവൃത്തി നടക്കുന്നു എന്ന് പറയാം. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആകുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു? എന്തൊക്കെയാ നമ്മൾ പഠിച്ച? ഈസ്, ആം, ആർ. എപ്പോഴൊക്കെയാണെന്നറിയാലോ? ഞാനാകുന്നു എന്ന് പറയണെങ്കിൽ ഞങ്ങളാകുന്നു, നിങ്ങളാകുന്നു, നീ ആകുന്നു എന്നൊക്കെ പറയണെങ്കിൽ ആർ. അവനാകുന്നു, അവളാകുന്നു എന്ന് പറയണെങ്കിൽ ഈസ്. പക്ഷെ അത് പാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആകുന്നു മാറിയിട്ട് എന്താവും? ആയിരുന്നു എന്നാവും അല്ലേ? ആയിരുന്നു എന്ന് പറയണെങ്കിലോ ഈ സമാർ മാറിയിട്ട് എന്താവും? വാസ് അല്ലെങ്കിൽ വേർ. വാസ് എപ്പോഴാ? വാസ് അവനായിരുന്നു, അവളായിരുന്നു എന്നൊക്കെ പറയണെങ്കിൽ വാസ്. വേറോ നീ ആയിരുന്നു, ഞങ്ങളായിരുന്നു എന്നൊക്കെ പറയണെങ്കിൽ വേറെ. അത് ഫ്യൂച്ചറിലേക്ക് വന്നപ്പോ ആയിരുന്നു എന്ന് ഉപയോഗിക്കണമെങ്കിലോ വില്ല് കഴിഞ്ഞിട്ട് ബി അല്ലേ നമ്മൾ ഉപയോഗിച്ചേ? വില്ല് കഴിഞ്ഞിട്ട് ആകുന്നു എന്ന് പറയണെങ്കിൽ ആകും എന്ന് പറയണെങ്കിൽ വില്ല് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ഈ ആകുന്നതിന് പകരം നമ്മൾ എന്താ ഉപയോഗിച്ചേ? ബി ആണ് ഉപയോഗിച്ചത്. ഇതിന്റെ എല്ലാ അർത്ഥം എന്താ? ഇത് ആകുന്നു, ആയിരുന്നു, ഇത് ആകും എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചത് അല്ലേ? ഇവിടെ നോക്ക്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അത് സിമ്പിൾ ആയിട്ട് പ്രസന്റില് ഉള്ള കാര്യമാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലേ? അതായത് ഇപ്പൊ പഠിക്കുന്നു, ചിലപ്പോ പ്രസന്റിൽ പഠിക്കുന്നതായിരിക്കും. ജസ്റ്റ് പഠിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോ നിലവിൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുവാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവൃത്തി, കണ്ടിന്യൂ ചെയ്യുന്നതല്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ കാണിക്കാനും നമ്മൾ ഈ സിമ്പിൾ ആയിട്ട് പ്രസന്റില് പറയും. നോക്ക്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ഇതല്ലേ മലയാളം. അതിന്റെ കൂട്ടത്തില് ഈ ഒരു ആകുന്നു എന്നൂടെ ഞാനങ്ങ് ചേർക്കാൻ പോവാ. എന്തെങ്കിലും മാറ്റം വരുമോ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഈ പഠിക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു ആകുന്നൂടെ ചേർക്കാൻ പോവാണ്. അപ്പോ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ആകുന്നു അല്ലെ? അപ്പൊ എന്തെങ്കിലും മാറ്റം വരുമോ? സെന്റൻസ് കറക്റ്റ് ആയില്ല, എന്നാലും ഇംഗ്ലീഷ് പഠിക്കുന്നു ആകുന്നു പറഞ്ഞാൽ ഇപ്പൊ പഠിക്കാവുന്നു എന്നൊരർത്ഥം വന്നില്ലേ? ആകുന്നു അല്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ആകുന്നു എന്ന് പറഞ്ഞാല് ഇപ്പോ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അതായത് പറയുന്ന സമയത്ത്, ഞാനിപ്പോ പറയുന്ന സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഐ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ.
പക്ഷെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ആകുന്നു ഒരാകുന്നു എന്നും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുമ്പോൾ എന്താകുന്നു ആ പ്രവൃത്തിക്കൊരു തുടർച്ച വരുന്നില്ലേ? ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നു ആകുന്നു, ഞാൻ പഠിപ്പിക്കുക ആകുന്നു അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാല് ഞാനിപ്പോ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ആകുന്നു. ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വന്നില്ലേ? ഒരാകുന്നു ചേർത്തപ്പോ മനസ്സിലായോ? ഈ പറഞ്ഞ സാധനത്തിന്റെ കൂട്ടത്തില് ഒരാകുന്നു നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ആ പ്രവൃത്തിക്ക് ഒരു തുടർച്ച, ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക എന്നൊരർത്ഥത്തിലേക്ക് വന്നു. ഞാൻ പഠിക്കുന്നു ആകുന്നു എന്ന് പറയുമ്പോ പഠിക്കുക ആകുന്നു അല്ലേ? ഓക്കെ, തുടർച്ച എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് അല്ലേ? കണ്ടിന്യൂറ്റി വന്നില്ലേ? ആ പ്രവൃത്തിക്ക് ഒരു കണ്ടിന്യൂറ്റി വന്നു. നോക്ക്, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു ആകുന്നു എന്ന് ചേർക്കാൻ പോവാ. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ആകുന്നു എന്ന് ചേർക്കാൻ പോവാ. ഐ വന്നുകൊണ്ട് ആകുന്നു എന്നുള്ളതിന് ഏത് വാക്കാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഐ ആം. അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു ആമ ചേർത്തു. എന്തിനു വേണ്ടിട്ട് ഈ ആമ ചേർത്താണ് മാറ്റം വരുന്നത്? എന്താ ആമ ചേർത്ത മാറ്റം വരുന്നത്? സ്റ്റഡി എന്നുള്ള പ്രവൃത്തി, സ്റ്റഡി ചെയ്യുക എന്നുള്ള പ്രവൃത്തി ആകുന്നു, ചെയ്തോണ്ടിരിക്കുകയാകുന്നു. അപ്പൊ ആ പ്രവൃത്തി തുടരുന്ന ഒരു കണ്ടിന്യൂസിലേക്ക് വന്നു. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ആം ചേർത്തു. അപ്പൊ പ്രവൃത്തി എന്തായി? തുടരുന്ന ഒരു പ്രവൃത്തിയായി. ഓക്കെ, നമ്മൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള പ്രവൃത്തിയായിരുന്നു വരുന്നത്, രണ്ടാമത് തുടരുന്ന ഒരു പ്രവൃത്തിയായി. പക്ഷെ ഈ തുടരുന്ന പ്രവൃത്തിക്ക് ഇവിടെ സ്റ്റഡി എന്നല്ലേ ഉള്ളേ? അപ്പൊ പ്രവൃത്തിയിൽ നമുക്ക് ചെറിയ ഒരു വ്യത്യാസം വരുത്തണം. പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയണമെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം വരുത്തണം. ഈ ചെയ്യുന്ന പ്രവൃത്തിന്റെ എല്ലാം കൂട്ടത്തിൽ ഒരു ഇങ്ങിട്ടാലേ ആ പ്രവൃത്തി തുടരുന്നു എന്നാവും. ഓക്കെ, പ്രസന്റില് ഈ പ്രവൃത്തി തുടരുന്നു എന്നാകണമെങ്കിൽ ഒരാകുന്നു ചേർക്കണം, പിന്നെ പ്രവൃത്തിന്റെ കൂട്ടത്തില് ഒരു ING കൂടെ ചേർക്കണം. സ്റ്റഡി എന്നുള്ള പ്രവൃത്തിന്റെ കൂട്ടത്തില് എന്ത് ചേർക്കണം? ING അല്ലെ? ടീച്ച് എന്നുള്ള പ്രവൃത്തിന്റെ കൂട്ടത്തിൽ എന്ത് ചേർക്കണം? ING. അത് കൂടാതെ എന്തും കൂടെ വേണം? ആകുന്നു എന്നുള്ള വാക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാല് ഈ സിമ്പിൾ ആയിട്ടുള്ളത് മാറിയിട്ട് തുടർച്ചയായിട്ടുള്ളതാകുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആകുന്നു. അപ്പൊ നോക്ക്, ഇത് പ്രസന്റ് ആണ് അല്ലെ? പ്രസന്റില് കണ്ടിന്യൂസ് ആവും എങ്ങനെയായാലേ. അപ്പൊ എന്താവും? അതിന്റെ കൂട്ടത്തിൽ ആകുന്നു ചേർക്കണമെങ്കിൽ ആം. സ്റ്റഡി എന്നുള്ളതിന്റെ കൂട്ടത്തില് നമ്മളൊരു ഇങ്ങും കൂടെ അങ്ങ് ചേർക്കുകയാണ്. ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ്. അർത്ഥം മാറിയതോ? ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ദിവസം ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വരും. പക്ഷെ ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് പറയുന്ന സമയത്ത് ഞാൻ ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രവൃത്തി ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇപ്പൊ പറയുന്ന നിമിഷം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രസന്റില് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തിയാവും. അങ്ങനെ പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തിനെ നമ്മൾ ഒരു പേര് വിളിക്കും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ്, ആ പ്രവൃത്തി പറയുന്ന സമയം തുടരുന്നു. ഓക്കെ, ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന സമയത്ത് കേട്ടോ. ഞങ്ങളാകുമ്പോഴോ ബി കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ബി കഴിഞ്ഞിട്ട് ആകുന്നു എന്ന് ചേർക്കണം. ആകുന്നു എന്നുള്ളൊരു വാക്കെന്താ? ഞാനാകുന്നു എന്ന് പറയണെങ്കിൽ അയാ. പക്ഷെ ഞങ്ങളാകുന്നു, നീ ആകുന്നു, നിങ്ങളാകുന്നു എന്ന് പറയണെങ്കിൽ ആകുന്നു എന്നുള്ളതിന് ആരെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. സ്റ്റഡി. ഇന്ന് ചേർക്കണം, തുടരുന്ന പ്രവൃത്തിയല്ലേ. അതുകൊണ്ട് ആ ഇന്നും കൂടെ ചേർത്താൽ വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞങ്ങള് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നല്ല, പറയുന്ന സമയത്ത് പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് യു. നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആണെങ്കിലും ആറ്, ഐ ആണെങ്കിലും ആമ, വി ആണെങ്കിൽ 6, യു ആണെങ്കിൽ 6, ദേ ആണെങ്കിലോ അടുത്ത പറഞ്ഞു. നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? നീ യു ആർ സ്റ്റഡി ഇംഗ്ലീഷ്. സിമ്പിൾ ആയിട്ട് ആ പ്രവൃത്തി നീ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബബുലു ചിപ്സ് തിന്നുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെ പറയും? ബബ്ലു പ്രവൃത്തി തുടരുന്ന പ്രവൃത്തിക്ക് നമ്മൾ ആകുന്നു ചേർക്കണം. തുടരുന്ന പ്രവൃത്തിക്ക് ബബ്ലു ഈസ് ചേർത്തു. ബബ്ലു എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ആകുന്നു എന്ന് പറയണമെങ്കിൽ ഈസ് ചേർത്തു. പിന്നെ ഈറ്റ് എന്നുള്ളതിന്റെ കൂട്ടത്തിൽ എന്ത് ചേർത്തു? ഒരു ഇങ്ങും കൂടെ ചേർത്തു. ബബ്ലു ഈസ് ഈറ്റിംഗ് ചിപ്സ്. ചെക്കൗട്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. അപ്പൊ തുടരുന്ന പ്രവൃത്തി മനസ്സിലായില്ലേ? ഇനി ഹി ആണെങ്കിലോ? ഹി ഈസ്. ഹി ആയതുകൊണ്ട് ഒരാളേ ഉള്ളൂ. ഷീ ആണെങ്കിലും ഒരാളേ ഉള്ളൂ. രാജനാണെങ്കിലും ഒരാളേ ഉള്ളൂ. ഷീബ ആണെങ്കിലും ഒരാളേ ഉള്ളൂ. അപ്പൊ ഷീ ഈസ് ഇല്ല ഹി ഈസ് എന്ത്? സ്റ്റഡി എന്നാ പറയുള്ളൂ. അപ്പൊ പ്രവൃത്തി തുടരുന്നു. എവിടെ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പ്രസന്റിലുള്ളത്, നിലവിൽ നടക്കുന്ന കാര്യല്ലേ? അതുകൊണ്ട് പ്രസന്റില് തുടരുന്ന ഒരു പ്രവൃത്തിനെ കാണിക്കാൻ നമുക്ക് ഇങ്ങനെ പറയാൻ പഠിച്ചില്ലേ? ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? ഞാൻ എന്നുള്ളത് ഐ അല്ലേ? ആ പ്രവൃത്തി തുടരുവായുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എന്ത് വേണം? ആകുന്നു വേണ്ടേ? അതിന്റെ കൂട്ടത്തിൽ ആകുന്നു എന്താ? ആമല്ലേ? അതിന്റെ കൂട്ടത്തിലാകുന്നു ആം. ഐ ആം എന്താ ചെയ്യുന്ന പ്രവൃത്തി? എന്താ? ടീച്ചിങ്. എന്ത്? ഇംഗ്ലീഷ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാന് കണ്ടോ ഈ ആകുന്നു ചേർത്ത് മനസ്സിലായോ? ഒരു ആകുന്നു ചേർത്തിട്ട് ക്രിയന്റെ കൂട്ടത്തിൽ ഒരു ഇങ് ചെയ്യുന്ന പ്രവൃത്തിന്റെ കൂട്ടത്തിൽ ഒരു ഇങ്ങും കൂടെ ചേർത്താല് ആ പ്രവൃത്തി തുടരുന്നു എന്നാവും. അപ്പൊ കണ്ടിന്യൂസ്. തുടരുക എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ്. ഏത്? പ്രസന്റില് കണ്ടിന്യൂസ് ആകുന്ന പ്രവൃത്തിനെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അതായത് നിലവില് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിനെ പ്രസന്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? ഓക്കെ, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ പ്ലേ എന്ന് പറയില്ല. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചേർക്കണം? ഒരു ഇങ് ചേർക്കണം. വി ആർ പ്ലേ അല്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ലീപ്പിംഗ് ഇന്നോണം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇൻ ബെഡ് എന്ന് പറയോ? ഓക്കെ, ഞങ്ങള് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് അല്ലെ? ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയണെങ്കിലോ? തുടരുമല്ല, ജസ്റ്റ് ആ പ്രവൃത്തി നടക്കുന്നു എന്ന് പറയണെങ്കിലേ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. തുടരുമല്ല. ഹി എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. അപ്പൊ പ്ലേന്റെ കൂട്ടത്തില് ഹി പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, മനസ്സിലായി? ഇപ്പൊ നമ്മള് തുടരുന്ന ഒരു പ്രവൃത്തിനെ പറ്റിയാണ് പറഞ്ഞത്. സമയം കൂടുതലായില്ല, കുറച്ചുകൂടെ പറയട്ടെ. അപ്പൊ അടുത്ത് ഇത് പ്രസന്റില് തുടരുന്ന ഒരു പ്രവൃത്തിനെ പറ്റി. അതുപോലെ തന്നെ പാസ്റ്റിലും പ്രവൃത്തി. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയുന്ന സമയത്ത് പഠിച്ചു. അപ്പൊ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണെങ്കില് ഞാന് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണ്ടേ അല്ലെ? അതെങ്ങനെ പറയാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇംഗ്ലീഷ് അവിടെ അതുപോലെ തന്നെ തെളിയുന്നില്ലോ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പ്രസന്റിലുള്ളത്. ഇത് മനസ്സിലായല്ലോ? ഇനി പാസ്റ്റിൽ പറയണെങ്കിൽ ഞാൻ എന്നുള്ളതിന് ആകുന്നു എന്നുള്ളത് പാസ്റ്റ് ആകുമ്പോ എന്താ? വാസ് അല്ലെങ്കിൽ ഓക്കെ, ആയോണ്ട് വാസ്. ഐ വാസ്. നേരത്തെ പോലെ പഠിക്കാന്നുള്ള വാക്ക് എന്താ? സ്റ്റഡി അല്ലെ? അതിന്റെ കൂട്ടത്തിൽ എന്ത് ചേർക്കണം? അപ്പോ സ്റ്റഡി എന്ത്? ഇംഗ്ലീഷ്. വേറെ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? പാസ്റ്റിലായപ്പോ ആകുന്നു എന്നുള്ളതിന് വാസ് ചേർത്തു. പ്രസന്റിലായപ്പോ ആകുന്നു എന്നുള്ളതിന് ഈസും ആമോ ആറും ചേർത്തു. നമുക്ക് ഏതാ ആവശ്യമുള്ളതെന്ന് വെച്ചാല്. ഓക്കെ, അപ്പൊ പാസ്റ്റിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? സിമ്പിൾ ആയിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട്. ഇത് ഇങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറയാം? പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തിനെ പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മനസ്സിലായോ? പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മനസ്സിലായോ? അപ്പൊ ഐ വാസ് സ്റ്റഡി. നീ ആണെങ്കിലോ? യു
യു വാസ് എന്ന് പറയോ? യു ആകുന്നു, നീ ആകുന്നു എന്ന് പറയണെങ്കിൽ യു യു കഴിഞ്ഞ പ്രവൃത്തിയാണ്. യു വേർ സ്റ്റഡി ഇംഗ്ലീഷ് അല്ലേ? അവനാണെങ്കിലോ ഹി എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ. ഹി ആണ്. വാസാണോ വേറാണോ? ഹി കഴിഞ്ഞിട്ട് ആകുന്നു ഇട്ടു. ആകുന്നു എന്നല്ല, വാസ് പറഞ്ഞ ആയിരുന്നു. ഹി വാസ് എന്ത് സ്റ്റഡി ഇംഗ്ലീഷ്. അതിന്റെ അർത്ഥം എന്താ? അവന് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കാന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കാന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു. ആകുന്നു എന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു എന്നായി. ഇതിനാണ് നമ്മൾ പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായില്ലേ? ഒന്നുമില്ല, നമ്മള് ആരാ ചെയ്യുന്ന പ്രവൃത്തിന്റെ കൂട്ടത്തില് എന്ത് ചെയ്യുന്നു? ഒരു ആയിരുന്നു ഇടുക. അത് കഴിഞ്ഞിട്ട് പ്രവൃത്തിന്റെ കൂട്ടത്തിലൊരു ഇങ്ങും കൂടെ ഇട്ടാല് എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയി അല്ലേ? ബബ്ലു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരുന്നു, ആകുന്നു എന്നല്ല, ആയിരുന്നു എങ്ങനെ പറയും? ബബ്ലു ആയിരുന്നു എന്നുള്ളത്, ആയിരുന്നു എന്നുള്ള വാക്ക് എന്താ? ബബ്ലു ആയതുകൊണ്ട് വാസ്, ഒരാളല്ലേ ഉള്ളൂ. ബബ്ലു വാസ് ഹാവിങ് വെരി ഗുഡ്. ഞാൻ ഇന്നലെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? കണ്ടോ? സിമ്പിൾ. ഐ വാസ് വാച്ചിങ് മൂവി. ഓക്കെ, സിമ്പിൾ അല്ലേ? അതുപോലെ തന്നെ അപ്പൊ സിമ്പിളായിട്ട് പ്രസന്റിലുള്ള കാര്യം പറഞ്ഞു. സിമ്പിളായിട്ട് പാസ്റ്റിലുള്ള തുടരുന്ന ഒരു പ്രവൃത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ ആകുന്നു നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ എന്താ? ഏത് വാക്കാ ഉപയോഗിക്കുന്നത്? പ്രസന്റില് നമ്മള് ഈസ്, ആം, ആർ. പാസ്റ്റില് വാസ്, വേർ അല്ലേ? ഫ്യൂച്ചറിലാകുമ്പത്തേക്ക് ബി എന്നുള്ളതല്ലേ ഉപയോഗിക്കുന്ന ആകുന്നു എന്ന് പറയണെങ്കിലേ അല്ലേ? ഓക്കെ. ഐ ഫ്യൂച്ചർ കാണിക്കാൻ നമ്മൾ ഇടണം. എന്തിടണം? ഫ്യൂച്ചറാണ്. ഭാവിനെ കുറിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? വില്ല് വേണ്ടേ? ഐ വിൽ. പിന്നെന്താ? ആകുന്നു എന്ന് ചേർക്കണ്ടേ? ഫ്യൂച്ചറിൽ തുടരുന്ന ഒരു പ്രവൃത്തിനെ കാണിക്കാൻ ഈ ആകുന്നു എന്താ? ഐ വിൽ ബി. മനസ്സിലായോ? പ്രസന്റിൽ നമ്മൾ ഈ സാമാറിട്ടില്ലേ? ആകുന്നു തുടരുന്ന ഒരു പ്രവൃത്തിനെ കാണിക്കാൻ ആകുന്നു ഇട്ടു. പാസ്റ്റിലായപ്പോ വാസ് വേറിട്ടു. ആകുന്നു. ഫ്യൂച്ചറിലാകുമ്പോ ഫ്യൂച്ചറിനെ കാണിക്കാൻ ആദ്യം വിൽ എന്തായാലും വേണം. അത് കഴിഞ്ഞിട്ട് ആകുന്നു എന്ന് കാണിക്കണമെങ്കിൽ ബി ഇട്ടു. ഐ വിൽ ബി. പിന്നെന്താ? സ്റ്റഡി ചെയ്തോണ്ടിരിക്കാന്ന് ആയിരിക്കും എന്നല്ലേ? ഫ്യൂച്ചറിൽ ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഭാവിയിൽ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഐ വിൽ ബി എന്ത്? സ്റ്റഡി എന്ത്? ഇംഗ്ലീഷ്. ഐ വിൽ ബി സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നല്ല, ആയിരുന്നല്ല, ആയിരിക്കും. അടുത്ത വർഷം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ പറയും? I will be singing a song. അല്ലേ? ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പറയുന്ന സമയത്ത് ഭാവിയില്. സിമ്പിൾ അല്ലേ? ഫ്യൂച്ചറില് ആകുന്നു എന്ന് പറയണെങ്കിൽ ബി ഉപയോഗിച്ചു. ഫ്യൂച്ചറിനെ കാണിക്കാൻ വില്ല് ഉപയോഗിച്ചു. പിന്നെ ക്രിയന്റെ കൂട്ടത്തിൽ എല്ലാത്തിലും ഇങ്ങും ഉപയോഗിച്ചാല് തുടരുന്ന പ്രവൃത്തിയായി. പ്രസന്റിൽ തുടരുന്ന പ്രവൃത്തിയായി, പാസ്റ്റിൽ തുടരുന്ന പ്രവൃത്തിയായി, ഫ്യൂച്ചറില് തുടരുന്ന. ഈ തുടരുന്നതിനെല്ലാം നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയും അല്ലേ? അപ്പൊ പ്രസന്റിൽ തുടരുന്നതിന് എന്തെന്ന് പറയും? പ്രസന്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ തുടരുന്നതിനെ പാസ്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൽ തുടരുന്നതിനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇതുപോലെ ഓക്കെ.